ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒന്ന് 7:45 നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ടി ആകെ പൊടി പിടിച്ചിരിക്കുക പുറത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാപ്പിഡ് ഓൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഇന്ന് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതൊരു ഓർഡർ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്കും അത് വേറെ ആരും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ഓർഡർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനത് തവരക്കരയ്ക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു. അതിവിടെ നമ്മൾ തൊട്ടടുത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഗോ ടു പിക്കപ്പ് കൊടുത്തിട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് പോയി പിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കസ്റ്റമറെ കാണാമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം. എന്നിട്ട് പുള്ളി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ಕಾಣೋದಿಲ್ಲ ಸರ್, ಅದು ಅಪ್ಡೇಷನ್ ಆಮೇಲೆ ಈ ಥರ ಆಗಿದೆ ಸರ್. 5453 ಇದಕ್ಕೆ ಅಡ್ಜಸ್ಟ್ ಆಗ್ಬಿಡುತ್ತೆ. ಹಿಂಗೆ ಬಂದು ಹೇಳ್ತೀನಿ. ಹಾಂ, ಓಕೆ ಸರ್. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് പബ്ബുകളുടെ ഏരിയ. കോറമംഗലയിൽ 5th ബ്ലോക്ക്. ഏറ്റവും കൂടുതൽ പബ്ബും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഇവിടെ. അത്യാവശ്യം നൈറ്റ് ലൈഫ് കിട്ടില്ലായിട്ടുള്ളൊരു സ്പോട്ടാണ്. പുള്ളി മേലെ പബ്ബിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട് കസ്റ്റമർ. പുള്ളിയെ നമുക്ക് അവിടെ കൊണ്ടാക്കണം. ഇവിടെ സാധാരണ രീതിയിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവുന്നതാണ്. ഇന്ന് കുറച്ച് ബ്ലോക്ക് കുറവാണ്. ഇന്ന് പേട ദിവസമാണല്ലോ. വെള്ളി ശനി ഞായറൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇവിടെ നമ്മൾ മെയിൻ റോഡിൽ കയറി ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്താറായി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ തൊട്ട് ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ബ്ലോക്ക് തുടങ്ങി. കസ്റ്റമർ ഓപ്പോസിറ്റാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളീനെ ഇവിടെ വിട്ടാൽ മതി, പുള്ളി അവിടെ നടന്ന് പോക്കോളാം, അല്ലെങ്കിൽ ബ്ലോക്കിൽ ഇവിടെ നേരം വൈകുന്നതുകൊണ്ട് പുള്ളി പൊക്കോളാമെന്ന് പറഞ്ഞു. അടുത്ത ഓർഡർ കിട്ടിയില്ല. അടുത്ത ഓർഡർ കൊടുക്കാൻ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റിയത്. എവിടെയാണ് പോയിട്ട് കിട്ടും. കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. 8526 നമുക്ക് കൊടുന്ന് വിടാം. ഇപ്പോൾ ബ്ലോക്ക് ഒരു രക്ഷയില്ല. ബ്ലോക്ക് ഭയങ്കര കൂടുതലാണ്. അത് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തവരക്കരയ്ക്കാണ് ഓർഡർ. അപ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പുള്ളി വെയിറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ചിലപ്പോൾ പുള്ളി ക്യാൻസൽ പറഞ്ഞില്ല, പുള്ളി ക്യാൻസലാക്കി. പുള്ളീനെയും പണ്ട് കാര്യമില്ല. ഞാനിപ്പോൾ പുള്ളീനെ ഈ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാനായിട്ടൊരു 10 മിനിറ്റ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളീനെ കളക്ട് ചെയ്യാൻ ഒരു 5 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ടോട്ടൽ. അപ്പോൾ പുള്ളിക്ക് അത്ര സമയം വെയിറ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് പുള്ളി ഓർഡർ ക്യാൻസൽ ചെയ്തു. ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു വിടാം. സർ 112. ഓക്കെ സർ. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിക്ക് ചെയ്തത് നേരെ തവരക്കരയ്ക്ക്. നേരം വൈകുന്നുണ്ട്. ഞാൻ അപ്പം കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ കാരണം പിക്കപ്പ് ലൊക്കേഷൻ എത്തിയില്ലല്ലോ.
പിന്നെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ക്യാൻസലേഷൻ ഫീസ് കിട്ടുമല്ലോ. ആ പുള്ളി അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ല ഇതാണ് ക്യാൻസലിങ്. അപ്പോൾ തന്നെ നമുക്ക് വേറെ അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിക്കപ്പ് 350 മീറ്റർ അപ്പുറത്താണ്. പുള്ളി എക്സ്ട്രാ 40 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് നോക്കിയിട്ട് നേരെ Sir, OTP? Go from here, no? Here faster. There we go wrong opposite direction. Okay, sir. Okay. OTP. 5808. No helmet, okay, no? Oh man. കണ്ടില്ലേ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി. അതാ കാറുകാരൻ ഇൻഡിക്കേറ്റർ ഇടാണ്ട് പെട്ടെന്ന് വിളിച്ചു പോയി. പിന്നിൽ വരുന്ന വണ്ടിക്കാരെ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി ബ്രേക്ക് പിടിച്ചതാണ്. പുള്ളി അവിടെ വീണു. കാറുകാരൻ എന്നിട്ട് നിർത്താണ്ട് പോയി. തേമാരിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വണ്ടി ഓടിക്കുമ്പോൾ ആരും ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ലേ. അപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് കോറമംഗല 8 ബ്ലോക്കാണ്. ഇവിടുത്തെ മാളിലേക്ക് വന്നേക്കണം പുള്ളിയെ നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. QR. 1 minute, sir. Sir, 121. Thank you. Thank you, sir. Ranjay. Okay, sir. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിന്നാണ് ഒരു 900 മീറ്റർ ഉള്ളൂ. പുള്ളീനും നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാം. നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ നമുക്കിവിടെ കാണാല്ലേ, ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. പുള്ളി എവിടെയാണാവും. Yes, sir. 8834. Sir, 8834. Okay, sir. Bye, dear. മെസ്സേജ് പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണം. ആരും കമ്മിങ് വരുന്നു പറഞ്ഞു ബസ് കയറിയുണ്ട് ഒരാൾക്കൂടെ. सर 39 सर। इधर फिर मत बोलो तुम्हारा भाई है, उधर कभी भी पप्पू आओ, इधर प्रमोटिंग करते हो। फ्रेंड्स को लेकर आओ, मेरा नंबर है ना तुम्हारे पास? नहीं है नंबर? नंबर नहीं है सर। नंबर ले लो। ഇപ്പോഴത്തെ കസ്റ്റമർ ഇവിടെ ഏതോ പബ്ബിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ബിൽ പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ വിളിച്ചാൽ മതി. പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്ന പബ്ബിലാണ്. പുള്ളി പൈസ കുറച്ച് സെറ്റാക്കി തരാം, ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് വരാനൊക്കെ പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് വിട്ടുണ്ട് പുള്ളീനെ. ഈ ഏരിയ രണ്ട് സൈഡ് ഫുള്ള് പബ്ബുകളാണ്. അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഏരിയ. എല്ലാവരും അടിച്ച് പൊളിക്കാനൊക്കെ വരുന്നത്. വെള്ളി ശനി ഞായറാണ് ഇവിടെ കൂടുതൽ തിരക്കുണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോട്ടം കിട്ടാറുണ്ട്. നമ്മളിവിടെ പബ്ബിലൊന്നും കയറിയില്ല, പക്ഷേ ഇവിടെ വന്ന് സ്ഥിരം കറങ്ങി അത്യാവശ്യം കളക്ഷനൊക്കെ പിടിക്കാറുണ്ട്. ഇവിടെ നോട്ടമൊക്കെ കിട്ടാറുണ്ട്. നൈസാണ് ഈ ഏരിയ. അടുത്ത ഓർഡറൊന്നും വേറെ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ ഓർഡറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു റൗണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓട്ടം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇതിലെ ഒന്ന് കറങ്ങി നോക്കുകയാണ്.
ഇതിലെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഓട്ടം കിട്ടണം. അപ്പം അതിന് വേണ്ടിയുള്ളൊരു വെയിറ്റിങ്ങിലാണ്. നമുക്കൊന്ന് താഴെ വരെ പോയി കറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളും കാണാമല്ലോ, പബ്ബും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ഒരു വ്യൂ സെറ്റാക്കാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കസ്റ്റമറെ പിക്ക് ചെയ്യാം, ഓട്ടോ ആക്സെപ്റ്റ് ചെയ്തിട്ട്. നമുക്ക് ഇവിടെ നിന്ന് സിഗ്നലിൽ നിന്ന് നമുക്ക് നേരെ കിട്ടിയേക്കുന്നത് കുഡ്ലു ഗേറ്റ് വരെയാണ് ഓർഡർ അടിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും 10 മണി കഴിഞ്ഞിട്ട്, 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്ട്രാ അലവൻസ് കിട്ടും. അപ്പോൾ നമുക്ക് പോയിട്ട് ഓർഡർ കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരാത്തവരും കറങ്ങാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് ബാംഗ്ലൂർ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ നൈറ്റ് വന്നാൽ കൂടുതൽ നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. പകൽ വന്നു കഴിഞ്ഞാൽ വലിയ രസമൊന്നുമില്ല കാണാൻ. ഇവിടേക്ക് വരണമെങ്കിൽ നമുക്ക് നൈറ്റിൽ വരണം. ഇവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. വെള്ളിയാഴ്ച വരാമെന്നുണ്ടെങ്കിൽ പറയണ്ട, വേറെ കിടിലം മൂടണ ഏരിയ. ഇവിടെ ഞാൻ നൈറ്റ് 11 മണിക്കൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കിടിലം പാമ്പുകളെ കാണാറുണ്ട്. അത് ആൺപാമ്പിനെയും കാണാറുണ്ട്, പെൺപാമ്പിനെയും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ പിക്കപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം. കസ്റ്റമർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലില്ല. അപ്പോൾ മെസ്സേജ് പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളീനെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഡ്രോപ്പിംഗ് ലൊക്കേഷനിലേക്ക് പോകാം. പുള്ളീനെ കൊണ്ട് അവസാനം വിട്ട് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഓട്ടം ഏകദേശം അവസാനിപ്പിക്കാനുള്ള നേരം ആയിട്ടുണ്ട്. 3250 स्कैनर भेज लो यार आफ्टर द राइड पेमेंट करने के लिए आफ्टर राइड पहुंचने के बाद हाँ. ഇപ്പോൾ നമ്മൾ സെൻറ്റ് ജോൺസ് സിഗ്നലിലാണ് നിൽക്കുന്നത്, മടിവാള. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഈ നേരത്ത്. 10:15 പക്ഷെ എന്താണെന്നറിയില്ല, അത്യാവശ്യം ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് ആകെ തിക്കും തിരക്കും ബഹളമാണ്. നമ്മളിവിടെ ബ്ലോക്കിൽ സൈഡിൽ മിണ്ടാണ്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ര ലേറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെ പോകണ മാതിരി സ്ഥലങ്ങളിലോടത്തോട് കുത്തി തിരികെ കയറ്റി പോകണം. അല്ലെങ്കിൽ ബ്ലോക്ക് തീർന്ന് പോകലുണ്ടാവില്ല, ഇവിടെ കിടക്കലുണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഇവിടെ തൊട്ട് മടിവാള സിൽക്ക് ബോർഡ് വരെ ബ്ലോക്കാണ്. സാധാരണ നമ്മളോട് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡ്രോപ്പിംഗ് ലൊക്കേഷനിൽ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് എത്തേണ്ടതാണ്. ഇന്നിപ്പോൾ ബ്ലോക്ക് കാരണം അരമണിക്കൂറായി ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏണിങ്സ് എടുക്കുന്നു. ഇന്നത്തെ ഓർഡർ 519 രൂപയാണ് കിട്ടിയേക്കുന്നത്. 7 റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്യാൻസലേഷൻ ഫീസ് നമുക്ക് ഒരു 5 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.